CMRL എക്സാലോജിക് ഇടപാടിലെ SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇന്ന് ഇഡിക്ക് കൈമാറി. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അനുമതി കിട്ടിയതിന് പിന്നാലെയാണ് ഈ നടപടി. SFIO കുറ്റപത്രത്തിൽ വീണ വിജയൻ 11ാം പ്രതിയാണ്. SFIOയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഇഡി തീരുമാനം എടുക്കുക. ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവയാണ്. ഒന്ന്, ഇഡി കളത്തിലേക്ക് വരാൻ വേണ്ടിയാണോ SFIOയുടെ അന്വേഷണ റിപ്പോർട്ട് എന്നുള്ളതാണ്. 2, വീണ വിജയനിലൂടെ ലക്ഷ്യം വെക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ? 3, വീണ വിജയന്റെയും എക്സാലോജിക്കിന്റെയും മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഇഡി അന്വേഷിക്കുമോ? 4, പാർട്ടി എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക? CPIക്കുള്ളിലെ ഭിന്നതയൊക്കെ നമുക്കറിയാം. അപ്പോൾ മുന്നണി ഐക്യത്തിൽ വിള്ളലുണ്ടാക്കുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ബിനിൽ. CMRL എക്സാലോജിക് ഇടപാടിൽ ഇഡിയുടെ അടുത്ത നീക്കം എന്താ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയിലേക്ക് എത്തുമോ? അതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും അധികം വൈകില്ല, അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഇഡി ആ തുടർ നടപടികളിലേക്ക് കടക്കും. SFIOയുടെ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇന്ന് ഈ കേസ് അന്വേഷിക്കുന്ന ഇഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ സത്യവീർ സിംഗിന് കോടതി കൈമാറിക്കഴിഞ്ഞു. ആ റിപ്പോർട്ട് ഇഡി ഓഫീസിൽ എത്തിച്ചവർ വിശദമായി പരിശോധിച്ചു വരികയാണ്. ആ റിപ്പോർട്ടിന്റെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇഡിയുടെ തീരുമാനമുണ്ടാകുക. അധികം കാത്തിരിക്കേണ്ടി വരില്ല, വേഗത്തിൽ തന്നെ നടപടികളിലേക്ക് കടക്കും എന്നതാണ് ഇഡി നൽകുന്ന വിവരം. എന്തായാലും നേരത്തെ തന്നെ ഈ CMRL എക്സാലോജിക് ഇടപാട് ഇഡി അന്വേഷിച്ചു തുടങ്ങിയതാണ്. 2024 ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തിരുന്നു, ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട ഇഡിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു.